ക്രിസ്മസിന് ഒരു ദിവസം മാത്രം ശേഷിക്കെ പത്തനംതിട്ട ജില്ലയിലെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ അവശ്യ വസ്തുക്കൾക്ക് ക്ഷാമം. മുൻ വർഷങ്ങളിൽ ക്രിസ്മസിന് ഒരാഴ്ച മുൻപ് സജീവമാകുമായിരുന്ന ക്രിസ്മസ് ചന്തകൾ ഇക്കുറിയില്ല. ക്രിസ്മസിന് ശേഷം മാത്രമേ സബ്സിഡി സാധനങ്ങൾ എത്തിച്ചേരൂവെന്ന് സപ്ലൈകോ അധികൃതർ വ്യക്തമാക്കി. പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ട, റാന്നി, തിരുവല്ല, ഏനാത്ത്, പന്തളം, സീതത്തോട്, മല്ലപ്പള്ളി, കോന്നി, അടൂർ എന്നിവിടങ്ങളിലാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ ഉള്ളത്. ക്രിസ്തുമസ് ചന്തകൾ ഇക്കുറി തുറക്കുന്നത് സംബന്ധിച്ച് താലൂക്കുകളിലെ സപ്ലൈകോ ജീവനക്കാർക്ക് അറിയിപ്പ് പോലും ലഭിച്ചിട്ടില്ല. ജില്ലയിലെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി സാധനങ്ങൾ സ്റ്റോക്കില്ല. ഇക്കാരണത്താൽ ഔട്ട്ലെറ്റുകളിൽ വിൽപ്പന തീർത്തും കുറവാണ്. മുൻവർഷങ്ങളിൽ ക്രിസ്തുമസ് കാലത്ത് 13 ഇനങ്ങൾ അടങ്ങിയ കിറ്റാണ് നൽകിയിരുന്നത്. പത്തനംതിട്ട സപ്ലൈകോ ഔട്ട്ലെറ്റിൽ പഞ്ചസാര, ചെറുപയർ, വൻപയർ എന്നിവ സ്റ്റോക്കില്ല. 13 ഇനങ്ങൾ തേക്കാൻ പറ്റാത്തതിനാൽ ഇക്കുറി കിറ്റുകൾ നൽകാനാകുന്നില്ല. പർച്ചേസ് ഓർഡർ ആയിട്ടുണ്ടെന്നും സാധനങ്ങൾ എത്താൻ ഇനിയും ദിവസങ്ങൾ എടുക്കുമെന്നും പത്തനംതിട്ട സപ്ലൈകോ അധികൃതർ അറിയിച്ചു. പർച്ചേസ് ഓർഡറായി 3 ദിവസത്തിന് ശേഷമേ ഇവിടെ ലോഡ് എത്തുകയുള്ളെന്ന് അവർ അറിയിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ലോഡ് കയറി വരുമ്പോൾ ഇത്രയും താമസം എടുക്കും. ആ ഒരു സമയബന്ധിതം കൊണ്ട് സാധനങ്ങൾ നമുക്ക് എന്തുവരും ഈ അടുത്ത ആഴ്ചത്തേക്ക് എല്ലാ സാധനങ്ങളും എത്തും. റാന്നിയിൽ ചെറുപയർ, വെളിച്ചെണ്ണ, പിരിയൻ മുളക്, മല്ലി, കടല എന്നിവ മാത്രമാണ് സ്റ്റോക്കുള്ളത്. തിരുവല്ലയിലും സപ്ലൈകോ ഔട്ട്ലെറ്റിൽ സാധനങ്ങൾക്ക് ക്ഷാമമാണ്. പന്തളത്ത് 3 മാസമായി സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് ക്ഷാമമാണ്. പുതുവത്സരത്തിന് മുന്നായി സബ്സിഡി സാധനങ്ങൾ ഔട്ട്ലെറ്റുകളിൽ എത്തുമെന്ന പ്രതീക്ഷയാണ് സപ്ലൈകോ ജീവനക്കാർക്കുള്ളത്. സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ പൊതുവിപണിയിൽ നിന്ന് വൻ വില കൊടുത്ത് സാധനങ്ങൾ വാങ്ങേണ്ട അവസ്ഥയിലാണ് ജനം. റിപ്പോർട്ടർ, പത്തനംതിട്ട.